இதுப்பா இப்படிதான் உமக்கட லுக்கு. முதல் படம் டைரக்ட் பண்ணதுக்கு அப்புறம் தான் கல்யாணம். பால் என்ன வண்டி ഓ ഒരുമിച്ച് വെൽക്കം ബാക്ക് ടു എൻജെ ആൻഡ് ജെ കെ. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കുറേ നാളുകളായിട്ട് നമുക്ക് സജഷൻ വന്നോണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. മൂവി വേറെ ഒന്നല്ല, കണ്ടുകൊണ്ടേൻ എന്നാണ് ഈ മൂവിയുടെ പേര്. നമ്മൾ ശരിക്കും ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് കരുതിയിരുന്ന ഒരു മൂവി കൂടിയാണ്. ഏകദേശം എടുത്തു വെച്ചായിരുന്നു നമ്മൾ ആ സമയത്ത്. പിന്നീട് കുറെ പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണെങ്കിൽ ഈ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഗംഭീര സ്റ്റാർ കാസ്റ്റ് ആണ്. കാരണം നമ്മളുടെ മമ്മൂക്ക, തല അജിത്, ഐശ്വര്യ റായ്, തബു, പിന്നെ ശ്രീവിദ്യ മാം ഉണ്ട്, പിന്നെ രഘുവരൻ സർ, പിന്നെ അതുകൂടാണ്ട് മണിവണ്ണൻ അദ്ദേഹം അല്ലെ, അധികം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ഇതൊരു 2000 കാലഘട്ടത്തിലുള്ള മൂവിയാണ്. മ്യൂസിക്കൽ റൊമാൻറ്റിക് മൂവി കൂടിയാണ്. മ്യൂസിക്കും പിന്നെ അതുപോലെ തന്നെ കുറെ ഡയലോഗ് സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴും ട്രെൻഡാണ്. അതായത് ഏത് സമയത്ത് നോക്കിയാലും റീൽസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും. റീസെന്റ് ഞാൻ അജു വർഗീസ് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക ചെയ്ത ഒരു സീൻ അതുപോലെ റീക്രിയേറ്റ് ചെയ്യുന്നത്. ഏതോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമാണെന്ന് അറിയില്ല, മമ്മൂക്കയുടെ ആ ഒരു ഡയലോഗ് ഇല്ലേ, അത് കുറച്ച് എനിക്ക് തോന്നുന്നു റീൽസിൽ ട്രെൻഡ് ആയിരുന്നു തോന്നുന്നുണ്ട്. ആ സമയത്താണ് നമുക്ക് ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ടും സജഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവി. പക്ഷെ എനിക്ക് തോന്നുന്നത് 2000 കാലഘട്ടത്തിൽ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം ചിലപ്പോ നമ്മൾ ഈ മൂവി കാണാതിരുന്നത്. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഒരു 2010 ശേഷം വന്നിരുന്നെങ്കിൽ പിന്നെയും ഒരു ചാൻസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആകെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ 1-2 സീൻ, അതായത് പ്രത്യേകിച്ച് സീനല്ല, ആ ഒരു റീൽസ് വരുന്ന സാധനം മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിനകത്തെ പാട്ടുകളും എന്താ പറയാ, നമ്മൾ പിന്നെ ഒരു പാട്ട് റിയാക്ഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോ എന്താ പറയാ, നമ്മൾക്ക് അത്ര ഐഡിയ ഉള്ളൂ ശരിക്കും ഈ പടത്തിനെ പറ്റിയിട്ട്. പിന്നെ AR റഹ്മാൻ സാറിന്റെ മ്യൂസിക് ആണ്, ഡയറക്റ്റഡ് ബൈ രാജീവ് മേനോൻ. അദ്ദേഹം തന്നെയാണ് റൈറ്ററും കോ-റിട്ടൺ ആണ്. പിന്നെ എനിക്കൊന്ന് വേറൊരാള് സുജാതയാണോ ഡൗട്ട് ഉണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഡയലോഗ്സ് പ്രത്യേകിച്ച് അദ്ദേഹത്തെ നമുക്ക് അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശങ്കർ സാറിന്റെ ഇപ്പൊ മൂവീസ് നമുക്ക് അറിയാം, എന്താ പറയാ അറിയാലോ എന്താണ്. പക്ഷെ അദ്ദേഹം ഇല്ല, അതായത് ഈ റൈറ്റ് ചെയ്യുന്ന ഡയലോഗ് ഒക്കെ ചെയ്യുന്ന സുജാത എന്ന് പറയുന്ന അദ്ദേഹം ഇല്ലാത്തത് കൊണ്ടായിട്ടുള്ള ഒരു അഭാവം എന്തായാലും പടത്തിൽ കാണുന്നുണ്ട് എന്ന് ആൾക്കാർ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ഒരു പേര് നമുക്ക് സ്ട്രൈക്ക് ആയത്. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്ത ഏതൊരു മൂവിനകത്തും അദ്ദേഹത്തിന്റെ നമ്മള് പണ്ട് മൂവി, അതായത് നമ്മള് കുറച്ച് മുന്നേ റിയാക്ട് ചെയ്ത മൂവീസ് ഇല്ലേ, പണ്ടത്തെ കോമഡി മൂവീസ് ഒക്കെ, അതിന്റെയൊക്കെ കമൽ സാറിന്റെ ഒക്കെ മൂവി, കമൽ സാറിന്റെ മാത്രമല്ല ഈവൻ ഇന്ത്യന്റെ റൈറ്ററിലും ഉണ്ടായിരുന്നു, പഴയ ഇന്ത്യൻ. ഓക്കെ. അപ്പൊ കാരണം വെച്ചാൽ നമ്മള് ഡയലോഗ്സ് എഴുതുന്ന ആളുകളെയൊക്കെ അത്രയധികം നമ്മളെപ്പോഴും പറയാറില്ല ഇല്ലേ. നമ്മളെപ്പോഴും ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ അങ്ങനെയല്ലേ എടുത്ത് പറയാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾക്ക് ആ സമയത്ത് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നോട്ടീസ് ചെയ്തത്. കാരണം പേരും കുറച്ച് അപ്പൊ അന്ന് തൊട്ടിട്ട് ശരിക്കും അദ്ദേഹം നമുക്കറിയാം. പിന്നെ ആണെങ്കിൽ എപ്പോ കേൾക്കുമ്പോഴാണെങ്കിലും, പ്രത്യേകിച്ച് ശങ്കർ സാറിന്റെ പടം ഓരോന്ന് ഫ്ലോപ്പ് ആവുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഇദ്ദേഹത്തിന്റെ പേരാണ് ശരിക്കും കുറവുണ്ട് എന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് ഇന്ത്യൻ മൂവിനകത്ത്. അപ്പൊ എന്തായാലും ഇന്ത്യൻ ടൂവില് അപ്പൊ എന്തായാലും ഈ മൂവിയിൽ ഞാൻ എക്സൈറ്റഡ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടം, അതും ഇത്രയും നാളായിട്ട്, കുറേ നാളായില്ലേ, 2000 കാലഘട്ടം, ഇപ്പൊ 2025 ഇപ്പോഴും ആഘോഷിക്കുന്നു. 25 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ശരിക്കും ഈ മൂവി കാണാൻ പോകുന്നത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെയും അജിത് സാറിന്റെ ഒക്കെ ലുക്ക് നോക്കുമ്പോഴാണെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ആ ഒരു യങ് വൈബിലാണ്. അവരെപ്പോഴും യങ് തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും എന്താ പറയാ, ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഐശ്വര്യ റായൊക്കെ ഉണ്ട് പടത്തിൽ ഇല്ലേ. അപ്പോ എങ്ങനെയാണ്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോമ്പിനേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മമ്മൂക്ക പ്ലസ് ഐശ്വര്യ റായ്. അതുപോലെ തന്നെ ഐശ്വര്യയുടെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മള് റിയാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ മൂവിയാണ്, ജീൻസ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇൻട്രോയിലോട്ട് പോവാം. റെഡി? ഓ, ഞാൻ വെള്ളച്ചാട്ടം മാത്രം കാണിക്കുന്നു. ഞാൻ വെള്ളച്ചാട്ടം മാത്രമേ കണ്ടുള്ളൂ. എത്ര ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ ഫ്രെയിമുണ്ടോ, ഇത് ഭംഗിയല്ലേ, ഇത്രയും വർഷങ്ങളായിട്ടും അല്ലേ. ആ ഒറിജിനൽ സംഭവം കാണാനുണ്ട്. ഓ, ആർമി ഓപ്പറേഷൻ കാണിക്കാണല്ലോ. ഇതിപ്പോ ഇപ്പോഴത്തെ മമ്മൂക്കയുടെ ലുക്ക്.
எப்ப முடியும்? கேள்வியெல்லாம் பேசுவோம். நாலு போக போக வேண்டியதான். ഓ അതിന്റെ ഇടയിലായിരുന്നു അവിടെ കാണിച്ചത്. ഓ വേറൊരു മൂഡിലാണല്ലോ തുടങ്ങിയിരിക്കുന്നേ. മ്യൂസിക്കൽ റൊമാൻറ്റിക് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വേറെ കമ്മി ഉണ്ടല്ലോ. ഓ അവിടെ കമ്പിയിൽ തട്ടിയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഏകദേശം ആ ഒരു ഓ മ്യൂസിക് അതല്ലേ മ്യൂസിക്കൽ റൊമാൻറ്റിക് എന്ന് പറഞ്ഞേക്കുന്നേ. ഫസ്റ്റ് മമ്മൂക്കിയുടെ പേരാണ്. തേർഡ് തബു അബ്ബാസ് അബ്ബാസ് ഉണ്ടല്ലേ പടത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നിഴൽകൾ രവി കേട്ടിട്ടില്ലേ പേര്? എവിടെ കേട്ടിട്ടുണ്ട്. നല്ല ഫ്രെയിം ആയിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ. സുജാത ആ വൈരമുത്ത്. വൈരമുത്തിൽ ആ പേര് നമ്മളെ കേട്ടിട്ടില്ലേ ലിറിക്സ്? രവി കെ ചന്ദ്രൻ സിനിമാറ്റോഗ്രാഫർ. ആ ഒരു ടൈമില് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ട്രെൻഡ് ആയിരുന്ന ആൾക്കാരാ തോന്നുന്നത്. ആ ഒരു ഇവിടെ ഫീൽ ഗുഡ് വന്നു. ആരാണ് ഷൂട്ടിംഗ് இதழும் இமையும் பஞ்சாபி பொண்ணுக்கெல்லாம் தமிழ்ச்செல்வியின் பேரை வச்சு வதைய வாங்குறாங்க. இதழும் இமையும். തമിഴ് അജിസോനല്ലേ കാണിച്ചത്? ഭയങ്കര സിമ്പിൾ ഉണ്ട്. அப்பா வந்துக்கப்பா ஒழுங்கா இன்ஜினியரிங் படிச்சிருக்காங்கல்ல அதை விட்டுட்டு இங்க வந்து சினிமா எடுக்கிறான். ஒழுங்கா கவனிச்சிருந்தேன்னா உனக்கு கீழே 500-600 பேர் வேலை செஞ்சுட்டு இருப்பான். அதை விட்டுட்டு இங்க உட்காந்து கண்ட பாவாடை பண்றாங்க. எல்லாம் ஒண்ணுதான். அப்பா பார்ட்னர் ஒரு பொண்ணு ஸ்வேதா அமெரிக்கால இருந்து வரா. வா அவளை ரிசீவ் பண்ணிட்டு வந்தேன். ஐயோ என்னால வர முடியாதுமா, வேலை இருக்குல்ல. என்ன பெரிய வேலை பண்ணா? நீ கம்பெனி ஷூட்டிங் ஸ்பாட். நீ கிளம்பு ப்ளீஸ். வீட்டுக்கு போங்க. ஸ்வேதாவை கனெக்ட் பண்ணி லைன் அடிச்சு வச்சுக்க. என்ன புரியுதா? ஓகே ஓகே. അജിസോനെ ലുക്ക് ഉണ്ടാവും. கம்பெனி எடுத்துரும். என் கல்யாணம் பண்ண கம்பெனி வேணாம். ஏன் சன்னியாசியா போயிடா? என் முதல் படம் டைரக்ட் பண்ணதுக்கு அப்புறம் தான் கல்யாணம். பால் என்ன வண்டி ആ ഒരു ഗ്രാമ ഫീല് അല്ലെ? ഏകദേശം രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അവരുടെ ഒരു എന്താണ്, ഒരാൾ ആർമി ഒരാൾ മൂവി. ஒரு ஐடியா இங்கதான் எங்க ஒரு பிளாக் ஹீரோ ஹீரோயின் ஸ்பீடு மாதிரி வித்தியாசமா காமிக்கிறேன். எப்படி? சூப்பர் சார். இல்ல லைட்டா ஹீரோ ஹீரோயின் இன்ட்ரோவா காட்டு சார் வாடா. தாராங்க அம்மா சாமி யார் கொண்டு சார் ஐயா அம்மா யார்? பத்மா சந்திரசேகர ஐயாவோட மகன். இந்த கோவில் கட்டுறது குளம் கட்டுறது எல்லாமே அவர் தான். இந்த ஊர்ல பயிர் கூட அவங்க கேட்டுதான் கலையும். குளத்தை கூட அவங்க கேட்டுதான் சிரிக்கும். இதெல்லாம் இங்க நடக்காது. சிவாஜி கேட்டீங்கன்னா இங்க வந்தப்ப அவரே அலோவ் பண்ண. இது சந்திரசேகர ஐயாவோட ரூல். ரூல பிளாக் வச்சு மேட்ச் பண்ண அது நமக்கு ஐநாள் இதை விட போயிட்டு கோயில எடுக்கிறா இல்ல സ്റ്റോർ ഭയങ്കര റിച്ച് സംഭവം അല്ലേ? വിഷ്വൽസ് ഒക്കെ 18ஆம் தேதி முக்கிய விஷயமா வெளியே போறதுனால நம்ம பேங்க் பிரான்ச் ஓப்பனிங்க 20ஆம் தேதிக்கு மாற்றி வச்சிருக்கோம். அவசியம் வந்து கலந்துக்கணும். கலெக்டர் டிஜிஎம் தான் வரத சொல்லிங்களே. அவங்களுக்குலாம் ஏற்கனவே இன்ஃபார்ம் பண்ணியாச்சு. நம்ம ஒரு ஃபங்க்ஷன்ல நீங்க இல்லைன்னா எப்படி? ஐயாவுக்கு அப்புறம் நீங்க தானே எல்லாமே. நீங்க அவசியம் வந்து கலந்துக்கணும். என்ன கவலை அது? இங்க உட்காந்து சினிமா எல்லாம் காட்டிக்கிட்டு ஜன்னல் எல்லாம் திறந்து வைக்க கூடாது. கொஞ்சம் காத்து கிடைக்குங்க. சின்னாக்கா சின்ன பிள்ளையோட சேர்ந்து விளையாடிட்டு இருக்கியா? தாத்தாக்கு பிரசாதம் கொடுத்தீங்களா?
எங்க கொடுத்துருப்பீங்க? விளையாட்டுத்தனமாவே இருங்க. என்னப்பா நீங்க கொஞ்ச நாளாவே என்னமோ சொல்லணும்னு நினைக்கிறீங்க. 6 மாசமா இதே சொல்லிட்டு இருக்காரு. ஐயா உயிருங்கிறாருமா. ஐயா கவலைப்படாதீங்க, உங்க உயிருக்கு ஒண்ணும் ஆகாது. ஏன் கண்ணீர் வடிக்கிறீங்க? 10 வருஷம் உங்களுக்குள்ள வந்து பாக்கலைன்னா அம்மா என்ன தாத்தா பாருங்க ஐயா, கண்ணுக்கு கண்ணா உங்க மக பாக்குறது இல்ல. அப்புறம் என்ன, உங்க பேத்தி சௌமியா ஆம்பளைக்கு ஆம்பளையா இருந்து கோயில் தோட்டம் காலேஜ் எல்லாம் பாத்துக்கீங்க, கவலைப்படாதீங்க. ഓ ഓ ഒരുമിച്ച് രണ്ടുപേരുടെ എൻട്രി. എല്ലാരും ഇന്റർവ്യൂ തന്നെ കാണിക്കുന്നത്. அவன் போட்டு கொடுத்தாரு பாத்தியா? இல்ல ஏன் தெரியுமா? தெரியாது. உயரம் இதையும் விசாரிக்காம கல்யாணம் பண்ணிப்பியா? காதலிக்கணுக்கா. புரி, காதல் விட்டு வேற பேசவே மாட்டேன். சொல்லிக்கா, வர போறவர் எப்படி இருக்கணும்? நல்லவனா? எப்படி கண்டுபிடிப்ப? கண்ணை பார்த்தா தெரியும். எனக்கு மின்னல், மழை, புயல் எல்லாம் வேணும். அதுல இருந்து ஒருத்தர் தேவன் போல புறப்பட்டு வருவாரு. பாரதி கவிதை பாடுவார். நீயும் அந்த மாதிரி ஒருத்தர் தேடி இருக்க வேண்டாமா? இந்த முகம், இந்த உடல், என் பெண்ணே, இதை நான் தேர்ந்தெடுக்கிறேன். சௌமியா என்ற பேரை நான் தேர்ந்தெடுக்கிறேன். கணவனை மட்டும் ஏன் தேர்ந்தெடுக்கணும்? அப்ப உன் தேவை வாழ்க்கை காத்திருக்க போறியா? மாட்டேன். நேற்று என்பது ஒரு கற்பனை, நாளை என்பது ஒரு சிந்தனை, இன்று மட்டுமே நிஜம். இங்கே உட்கார்ந்து ஜலதோஷம் பிடிக்கிற வரைக்கும் கலந்தபடி நான் போறேன். நான் நட்டதும் ரோஜா இன்றே பூக்கள். ഓ ഫ്രെയിംസ് വിഷ്വല് ശരിക്കും നമ്മൾ അവിടെ പോയൊരു ഫീലില്ലേ? വിഷ്വൽ എക്സ്പീരിയൻസ് ഭയങ്കര. ഇത് ഒരുപാട് വട്ടം നമ്മളെ കണ്ടിട്ടുണ്ടാവില്ലേ ഈ പാട്ട്? ഞാൻ എന്റെ വിഷ്വൽ അധികം കണ്ടില്ല. ഇല്ലേ? കേട്ടിട്ടുണ്ട്. ഈ മ്യൂസിക് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇതൊക്കെ റീൽസിൽ വരാറുണ്ട്. ഈ പോർഷൻസ് ആ സ്റ്റെപ്പിട്ടപ്പോ ശോഭന പോലെ എവിടെയോ ചെറിയൊരു ആംഗിൾ അല്ലേ? അതിന്റെ ഫ്ലെക്സിബിലിറ്റി, എനർജി, നല്ല എനർജി. എന്നാൽ നാടനായിട്ട് നല്ലോണം സൂട്ട് ആവുകയും ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ ഡ്രസ്സിലും കംഫർട്ടബിൾ. കുറെ മലയാളികളുണ്ടല്ലോ. ആണോ? അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടാവാറുണ്ടല്ലേ? ഡയറക്ടർ ഈ മലയാളിയാണോ? അറിയില്ല, രാജീവ് മേനോൻ അതായിരിക്കാം. ഒരു കിളി പറന്നു പോകുന്ന ഒരു സംഭവം അല്ലേ അല്ലേ? கிளிநாதான் வாய்ஸ். இந்த யூஜிசி ஃபங்க்ஷன் கசிச்சு ஆரக்கிள் கிளாஸ் ஆரம்பிக்கிறது என்னாச்சு? அது ஆரம்பிச்சு பண்ணிச்சேன். திருவிழாக்கு எம்எல்ஏ பழனிசாமி சொல்லியாச்சு. வயன் ஷாப் ஓனருக்கும் ஆரக்கிளுக்கும் என்ன சம்மந்தம்? கலெக்டர் ராமசாமி கொடுங்க. ஓகே. ഓ നല്ല ഏതോ പൊസിഷനിലാണ് കേട്ടോ. யாருக்கு தெரியாம கல்யாணம் பண்ணிட்டதுனால யாருக்கு தான் கொடுத்து வைக்கல. உங்களுக்காக இதெல்லாம் பண்ணி அழைத்து பாக்குறேன். அடுத்தது இவதான். வேணாம், நாம தெரியும். இந்த பொட்டக்காட்டுல உனக்கு மாடு மேய்க்கிற வந்தா கிடைப்பான். நான் ராமன் தான் கல்யாணம் பண்ணி போறேன். ராமன் யாரு அது? அதுல ஆட்சியா? நோபல் பிரைஸ் வினர் சர் சி.வி. ராமன் சொல்றார். சயின்டிஸ்ட் தான். அவர் இறந்து 30 வருஷம் ஆச்சு. இவளுக்கு டாக்டர் இன்ஜினியர் எல்லாம் பார்த்தா நோபல் பிரைஸ் வாங்கின சயின்டிஸ்ட் கேக்குது. அந்த அவங்க என்ன வச்சு என்ன பண்றது? எங்க காலேஜ்ல வந்தா பாத்துக்கல. இந்த தாத்தாவெல்லாம் நம்ம குடும்பத்துக்கு ரொம்ப வேண்டப்படும். ഓ കോളേജ് നോക്കുന്നു. വലിയ കുടുംബമാണെന്ന് പറഞ്ഞല്ലേ? என்ன திடீர்னு இங்க கரண்ட் போகாது, இப்ப வந்துடும். അതൊരു അശുഭ ലക്ഷണല്ലേ? സമയത്ത് അങ്ങനെ നോക്കിയിട്ടുണ്ടാവും. അനിയത്തിന് ഇഷ്ടപ്പെടും അങ്ങനെയാണ്. ஜாதகத்துல தோஷம்னா பரவாயில்ல, பரிகாரம் பண்ணிக்கலாம்னு வந்தோம். இதுக்கு முந்தி ஒருத்தன் வந்து பார்த்து நிச்சயம் பண்ணி அப்புறம் அவன் இறந்தாங்கிற செய்தி புரோக்கர் சொல்லல எனக்கு. எங்களுக்கு இருக்கிறது ஒரே பையன், அதான் தயக்கம். உங்க 2வது பொண்ணு ஒன்னும் அவசரம் இல்ல, நல்லா யோசிச்சு
ഫസ്റ്റത്തെ ആ പ്രശ്നമുണ്ട്. കറക്റ്റ് അവിടെ ലൈറ്റ് ഓഫ് ആയി. പണ്ടത്തെ കാലത്ത് ജാതകം. ഓ ഇപ്പൊ അറേഞ്ച് ചെയ്തു. மாற்றி என்ன பிரயோஜனம்? காஃபி முன்னே கை காய்ச்சி போச்சு. வாசல்ல நோட்டீஸ் அடிச்சு போட்டேன். என் பொண்ணு ஒரு அதிர்ஷ்ட கட்ட அவளை யாராவது கல்யாணம் பண்ணிக்க வாங்கன்னு. எல்லாம் தட்டு இப்படி பேசாத முடியும். என்னால வெளியே சொல்ல முடியுமா? இதுக்கு முன்னாடி நிச்சயப்படி அமெரிக்கா இருக்கிற மாப்பிளைய பைப் போட்டியில வச்சு பணம் வாங்கி பேசுறாங்கன்னு. வெள்ளைக்காரி நர்ஸ் போட்டு அவன் பாக்கெட்ல இருந்தது. அவளை தான் தற்கொலை பண்ணிட்டான். அதையே சொல்ல மாட்டேங்க. அந்த சாரை அக்காவுக்கு எந்த சம்மந்தமும் இல்லை. அது சப்போர்ட் ചെയ്യുന്നു. அது சொல்லாம ஏன் ஒவ்வொரு வழி அக்காவை காயப்பட்ட? ஆமா எல்லாத்துக்கும் நான் தான் காரணம். இங்க வந்து ആ പെട്ടിയിൽ என்னப்பா சொல்றீங்க? அந்த பெட்டியில ஏதோ இருக்கு. தொந்த பாத்தி. ஒண்ணும் இல்ல. ஹார்லிக்ஸ் கேக்குறேன். கொடுமா. അതെല്ലാം துப்புங்க. நல்லா துப்புங்க. உங்க இஷ்டத்துக்கு பிரதம கல்யாணம் பண்ணி போறேன் துப்புறீங்களா? நீங்க என் பொண்ணு என்ன சொன்னீங்கல்ல? அந்த மாதிரி வார்த்தைக்காக என் புருஷன் எடுத்துனாங்க கஷ்டப்பட்டு போது கூட வீட்டு வரல. வீட்டு போய் சரியில்லைன்னு சொன்னாங்க. உதவி இருக்கு. இங்க வந்து உங்க பீமந்தத்தில் அடிக்கடி வேண்டிக்கிறேன். எனக்கு வேணும். அம்மா പെർഫോമൻസ് சாரி. എല്ലാരും എല്ലാരും അവിടെ കിടന്നുകൊണ്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ടാണ്. 10 வருஷமா சாமாமா வரலன்னு வருத்தமா? கவலைப்படாதீங்க. இந்த பேத்தியோட பேர்ல பத்தி எல்லாருக்கும் தெரிஞ்சாச்சு. நிச்சயமா எனக்கு கல்யாணம் நடக்காது. என்னைக்குமே உங்க கூடவே இருப்பேன். ബ്യൂട്ടിഫുൾ ഇൻട്രോസ്റ്റ് അതായത് ശരിക്കും ഇത് കാണുന്ന സമയം നമുക്ക് അങ്ങനെ കണ്ടിരിക്കാൻ തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു മൂവി. അതായത് ഇത്രയും 25 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ പടം കാണുന്നതെന്നുണ്ടെങ്കിലും ഈവൻ എല്ലാ ക്യാരക്ടേഴ്സിന്റെ ലുക്സ് ഒക്കെ ഇപ്പൊ ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് എന്തോ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു അലമാര എങ്ങനെ ഉണ്ടാവും അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താ അറിയോ, സ്ക്രിപ്റ്റില് ഫസ്റ്റ് മമ്മൂക്കനെ കാണിച്ചു, അത് കഴിഞ്ഞ് അജിത് കാണിച്ചു, അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും കാണിച്ചു ആൻഡ് ശ്രീതി മാമിന്റെ റോളും. അതായത് എല്ലാവർക്കും ഒരു സ്പേസ് കൊടുത്ത് നമ്മളറിയില്ല ഓരോ ഷെൽഫിൽ എന്താ വെക്കേണ്ടെന്നുള്ള കറക്റ്റ് ആയിട്ട് ഡയറക്ടർക്ക് അറിയാം. ഭയങ്കര ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ എന്താ പറയാ സീനും ഇങ്ങനെ ഡിസൈൻ ചെയ്തേക്കാണ്. അതായത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്ന ഓരോ എൻട്രീസും അത്ര ഗംഭീരമായിട്ട് തന്നെ തന്നേക്കാണ്. ആൻഡ് ഇൻട്രോയിൽ തന്നെ ആ ഒരു സോങ്ങും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒബിയസ്ലി ഈ ഒരു മൂവിയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ സോങ് ഓൾറെഡി റിലീസ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോ ആ ഒരു സോങ് എന്ന് പറയുന്നത് എന്തോ ഒരു, ഞാനതല്ലേ പറഞ്ഞത്, ഒരു തത്ത എന്താ പറയാ പറന്നു പോകുന്ന ഒരു ഫീലാണ്. ഈ വയലിൽ നിന്നൊക്കെ ഇങ്ങനെ കുറെ കിളികളൊക്കെ ഇങ്ങനെ പറക്കില്ലേ, അതേ ഒരു വൈബാണ് ശരിക്കും ആ ഒരു സോങ്സിന് കിട്ടുന്നത്. പിന്നെ ആണെങ്കിൽ അതിനകത്ത് തന്നെ കുറെ ഇമോഷണൽ സംഭവങ്ങളും കൂടെ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇൻട്രോ സീനിൽ. അതായത് അവർ നല്ല വലിയ ഫാമിലിയിലാണ്, പക്ഷെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പിന്നെ ആണെങ്കിൽ തബു മാമിന്റെ ആണെങ്കിൽ കല്യാണം നടക്കുന്നില്ല, പക്ഷെ അദ്ദേഹം ആണെങ്കിൽ എന്തോ പെട്ടി പറയുന്നുണ്ട്. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന ഹോർലിക്സ് ആണ്, പക്ഷെ അതൊന്നല്ല സംഭവം. പക്ഷെ വേറെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട് അതിനകത്ത്. പക്ഷെ അതൊക്കെ ആ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടറും കൂടി. അതായത് ഒരു ഫീൽ ഗുഡ് മൂവി ആണെങ്കിലും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അവർ പറഞ്ഞ ജോണർ ആ ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൽ ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ ആ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ ബിൽഡ് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തിനാണ് ഫസ്റ്റ് മമ്മൂക്കനെ കാണിച്ചത്, ആ ഒരു ആർമിയുടെ സംഭവം. പിന്നെ അത് കൂടാണ്ട് അജിത് സാറിന്റെ ആ ഒരു മൂവി റിലേറ്റഡ് ആണ് അത് കാണിച്ചേക്കുന്നത്. പക്ഷെ അതും ഇതുമായിട്ട് എന്താ ബന്ധം? പേരൻസിനൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പുറത്ത് കാണിക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും കാണിച്ചു. ഇനി ഇവരൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി, ആൻഡ് എസ്പെഷ്യലി സിസ്റ്റേഴ്സ് ആയിട്ട് ഇവരെ കാണിച്ചിരിക്കുന്ന സിസ്റ്റേഴ്സ് ആർ ടോട്ടലി ഡിഫറെന്റ് ക്യാരക്ടർ വൈസ്. ബിക്കോസ് തബു മാമിന്റെ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇസ് മോർ ലൈക്ക് ഒരു she can handle anything and everything. Very matured, very bold, can handle any situations. അങ്ങനത്തെ ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഐശ്വര്യ മാമിനെ അങ്ങനെയല്ല. എന്താ പറയാ, കുറച്ചും കൂടി ഒരു ഭയങ്കര ഒരു ക്രേസി എന്താ പറയാ, അതാണ് ഇപ്പോഴുള്ള സംഭവങ്ങളൊക്കെ. അങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു യൂത്ത് വൈബിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആ ഒരു എന്താ പറയാ സിസ്റ്ററിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു എന്താ പറയാ ആ ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ശരിക്കും. പിന്നെ മമ്മൂക്കയുടെ റോൾ അത്ര ഭയങ്കര എന്താ പറയാ നമുക്ക് ഫസ്റ്റ് കാണിച്ചു, പക്ഷെ ഒന്നും വേറൊന്നും റിവീൽ ചെയ്തിട്ടില്ല. അതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു എന്തോ കാണിക്കാൻ
ഉണ്ട് ഇനി അങ്ങോട്ട്. ഉണ്ടായിരിക്കാം. ആൻഡ് ഇവിടെ ഒരു പെട്ടി കാണിക്കുന്നുണ്ട്. ഇനി അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആർമി പെട്ടിയാണോ അത്? അതറിയില്ല. കാരണം ആർമി അങ്ങനെ ആൾക്കാരുടെ അങ്ങനെയല്ലേ പെട്ടിയൊക്കെ പണ്ടൊക്കെ വരാറ്. എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ശരിക്കും ആൻഡ് സ്പെഷ്യലി എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ശ്രീവിദ്യ മാമിന്റെ പെർഫോമൻസ് ആണ്. ഓ മൈ ഗോഡ്, ആ ഒരു മൊമെന്റിലല്ലേ ഞാൻ ആ ഏരിയയിൽ ശരിക്കും സ്റ്റക്കായി ഇങ്ങനെ ഇരുന്നു. അതായത് എന്താ പറയാ, ശരിക്കും എന്താ പറയാ, നമ്മള് ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാണ്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ട് അത്രയും ഡയലോഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇമോഷണൽ ടോണിൽ ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ ശരിക്കും അവിടെ സ്റ്റക്കായി പോയി. അത് ഭയങ്കര റിലേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് പറയുകയും ചെയ്യുന്നത്. നമുക്കിപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു മുത്തശ്ശനും അങ്ങനത്തെ ഒരു മകളും പിന്നെ മകളുടെ 2 മക്കളും, അതൊക്കെ നമുക്ക് ഏകദേശം കാണാൻ പറ്റും. ആളുടെ പെയിൻ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈവൻ ദോ ആ ഒരു മുത്തശ്ശൻ ഇങ്ങനെ തുപ്പിയ സമയത്താണെങ്കിലും എന്താ പറയാ, വേണമെന്നുണ്ടെങ്കിൽ എന്താ പലരും പല രീതിയിലായിരിക്കും റിയാക്ട് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അവിടെ അത്രയും കൺട്രോൾഡ് ആയിട്ട് ആ ഒരു റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്താ പറയാ, ആ ഒരു ചെറിയൊരു ദേഷ്യവും പുറത്ത് കാണിക്കുന്നുണ്ട്. ആ ഡയലോഗ്സിലടക്കം എന്താ പറയാ, ആ ഒരു ദേഷ്യവും ഒരു സങ്കടവും എല്ലാം കലർന്നിട്ടുള്ള ആ ഒരു ഏരിയ ഗംഭീരമാണ്. ഈ ഒരു എന്താ പറയാ ഫസ്റ്റ് ഇൻട്രോ സീനിലെ ഗംഭീര സീൻ വേണമെങ്കിൽ അതിനെ പറയാം നമുക്ക്. ഫസ്റ്റ് സീനിൽ തന്നെ ഇത്രയും ഗംഭീരാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പൊ എന്തായാലും ഇത്രയും കുറച്ച് നാളെടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി ഇൻട്രോ സീനിൽ തന്നെ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോക്ക് നമ്മൾ വെയിറ്റിംഗ് ആണ്.